ജീവനെ സൃഷ്ടിക്കുന്നതായിരിക്കണം, സർവ്വജീവനും ഗുണത്തെ ചെയ്യുന്നതായിരിക്കണം, ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുതയായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കറി വെക്കുന്നത് ഒരു ജീവിയുടെ ജീവനെ ഹനിച്ചുകൊണ്ടാണ്, അതിൻ്റെ ശവമാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ അത് അന്ധവിശ്വാസത്തിൻ്റെ പട്ടികപ്പെടുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ജീവനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ പൂജാപുഷ്പങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂജാപുഷ്പങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ പരാഗണത്തെ സഹായിച്ച് അതിൻ്റെ പ്രത്യുൽപാദനത്തിൽ നടക്കുന്ന ഒരു ചെടികളും നമ്മൾ ക്ഷേത്രത്തിൽ എടുക്കില്ല. ചെത്തി എടുക്കും, ചെത്തിയുടെ വേരിൽ നിന്നാണ് അതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്നത്. മുല്ലപ്പൂ എടുക്കും, അതിൻ്റെ തണ്ടിൽ നിന്നും വേരിൽ നിന്നുമാണ് അതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്നത്, അല്ലേ? പിന്നെ ഏതൊക്കെ എടുക്കും? തുളസി കതിര് പറഞ്ഞിട്ടില്ല, ഇല മാത്രം കിള്ളിയെടുക്കാനാണ് പറയുന്നത്, ഇല്ലേ? കതിരുകൊണ്ടടുത്ത് സ്വീകരിക്കും ഇല്ല. അപ്പോൾ ഏതൊരു പൂവാണ് ഔഷധ ഗുണമുണ്ടെങ്കിൽ തന്നെയും പ്രത്യുൽപാദനത്തെ സഹായിക്കുന്നതാണെങ്കിൽ ആ ചെടി എടുക്കാൻ പാടില്ല. താമരമുട്ട് നമ്മൾ എടുക്കും, താമരപ്പൂ എടുക്കും. എന്തുകൊണ്ടാണ്? കിഴങ്ങിൽ നിന്നാണ് അതിൻ്റെ പ്രത്യുൽപാദനം ഉണ്ടാകുന്നത്.